Watch India's largest kids library only on Jio Hotstar. Download the app now. അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ബാങ്കിൽ ജോലി കിട്ടിയെന്ന് കേട്ടു. നന്നായി. എനിക്ക് ഇപ്പോഴും ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നാളെ ബാങ്കിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞ് ലെറ്റർ അയച്ചിരിക്കുക. നാളെ കാലത്ത് ഡ്യൂട്ടിക്ക് പോയി ജോയിൻ ചെയ്യണം. വേഗത്തിൽ എഴുന്നേക്കണം. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. അതെ, വേഗം ചെന്ന് ഉറങ്ങാം. മോട്ടു, എനിക്ക് തോന്നുന്നു അവന് വീട്ടിൽ പോയി ഉറങ്ങാൻ ധൃതിയായെന്ന. അതിന് ഇത്രയധികം വേഗം പോകേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ശത്രുവിന് പുതിയ ഷൂ കൊടുക്കുകയാണോ? ഈ അസിസ്റ്റൻസിനെ മറന്നു കളഞ്ഞോ ബോസ്? എടാ മണ്ടന്മാരെ, ഇതെന്റെ പൈശാചിക ബുദ്ധിയിൽ തോന്നിയൊരു സൂപ്പർ ഐഡിയയാണ്. അതൊരു ഇലക്ട്രിക് ഷൂസ് ആണ്. ആ ഷൂസ് ഇട്ട് കാല് നിലത്ത് ചവിട്ടിയാൽ പിന്നെ ചവിട്ടുന്നവൻ ആടിക്കൊണ്ടേയിരിക്കും. പിന്നെ അവന്മാർക്കൊന്ന് നേരെ നിൽക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ ബോസ്, അയാൾക്ക് വേണമെങ്കിൽ ഷൂ അഴിക്കുകയും ചെയ്യാമല്ലോ. അതുപോലത്തെ ഒരു പശിയ ഞാൻ ഷൂവിനകത്ത് വെച്ചിരിക്കുന്നത്. ഒരൊറ്റ തവണ നിട്ടാ മതി, പിന്നെ അവന്മാർക്ക് ഊരിയെടുക്കാനേ പറ്റില്ല. എങ്ങനെയുണ്ട്? ആ ഷൂസിനകത്ത് അവന്മാർക്ക് കാലൊരിക്കലും പുറത്തെടുക്കാൻ പറ്റില്ല. കൊള്ളാം. എന്ത് നല്ല ഐഡിയ പറഞ്ഞു. പത്തലു, ഞാൻ റെഡിയായി കേട്ടോ. മോട്ടു വരൂ, ഞാനും റെഡിയായി കഴിഞ്ഞിരിക്കുക. അല്ല, കറണ്ട് എങ്ങനെയാ അടിച്ചത്? ഷോർട്ട് സർക്യൂട്ട് ഒന്നും ഇല്ലല്ലോ. നിലത്ത് കാല് വെച്ച അടുത്ത സെക്കൻഡിൽ എനിക്ക് ഷോക്ക് അടിച്ചു മോട്ടു. അല്ല, ഈ കറണ്ട് എവിടുന്ന് അടിക്കുന്നത്? എനിക്ക് തോന്നുന്നത് കറണ്ട് എവിടെയോ ലീക്ക് ആയിരിക്കാന്നാ. മോട്ടു, കറണ്ട് ഇവിടെ നിന്നാ വരുന്നെന്നാ തോന്നുന്നേ. മോട്ടുദേ അങ്ങോട്ട് നോക്ക്. വേറെ ആർക്കും കറണ്ട് അടിക്കുന്നില്ലല്ലോ. ആ ഷൂസ് ഇലക്ട്രിക്കൽ ഷൂസ് ആണ്. അത് ഞാനാണ് നിങ്ങൾക്ക് ഫ്രീ ഗിഫ്റ്റായി തന്നത്. ഇനി കാല് നിലത്ത് ചവിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഷോക്ക് അടിക്കുന്നതായിരിക്കും. ഇനി കാലം നീട്ടി വെച്ച് വീട്ടിലിരിക്കുന്നതായിരിക്കും നല്ലത്. ജോഡിതാ മോഷ്ടിക്കാൻ ഇറങ്ങാൻ തടുക്കാൻ പറ്റുമെങ്കിൽ തടയേ. പിന്നെ ഈ ഷൂ അങ്ങ് ഊരിക്കളഞ്ഞാലോ? നിനക്ക് ഷൂ ഒരിക്കലും വലിച്ചു മാറ്റാൻ കഴിയില്ല. അത്രയും സ്ട്രോങ് ആയ ഒരു ഗമ്മാണ് ഞാൻ ഇതിനകത്ത് തൊഴിച്ചിരിക്കുന്നേ. ഇനി അതെപ്പോഴും നിന്റെ കാലിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ബൈ ബൈ മോട്ടു പത്രു. രണ്ടുപേരും കാല് നീട്ടി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു. മോട്ടു, ഇപ്പൊ നമ്മുടെ ജോലി എന്താവും? ബാങ്കിന്റെ ജോലിയുടെ കാര്യം പോയ തന്നെ. ബാങ്ക് ജോലി കിട്ടിയ ആദ്യ ദിവസം തന്നെ ഇങ്ങനെ താമസിച്ച് പോയാ അവര് നമ്മളെ പറഞ്ഞയക്കില്ലേ? അതെ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ വലിയ പ്രശ്നത്തിലെത്തിപ്പോവും. ഐഡിയ. അല്ല, ഇതെന്താ? ഗുഡ് മോർണിംഗ്. പക്ഷെ നിങ്ങളുടെ തല എവിടെയാ? താഴോട്ട് നോക്കണം സാറേ, താഴോട്ട്. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും എന്താണ് ഇവിടെ ചെയ്യണേ? നേരെ നിക്ക്. ഈ മധുര ഡ്രാമയൊന്നും ഇവിടെ ചെയ്യരുത്. ജോലിന്ന് പറഞ്ഞു വിടും. നേരെ നിക്ക്. നിക്കാനാ പറഞ്ഞ. ഓക്കെ സാർ, ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ.
പത്ലുവിനെ എടുത്ത് ബാങ്കിൽ നിന്ന് പുറത്ത് വലിച്ചെറിയേ. യു ആർ ഫയർഡ് മോട്ടു പത്ലു. വേണ്ട. ചിങ്കം സാറേ, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എങ്ങനെ സഹായിക്കാനാണ്? നിങ്ങളത് എവിടെയാണ്? ചിങ്കം സാറേ, താഴോട്ട് നോക്കൂ. എന്റെ അമ്മോ, നിങ്ങളത് എന്താണ് കാണിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്താ പ്രശ്നം വെച്ചാ തെളിച്ച് പറ. ആ ചിങ്കം സാറേ, പ്ലീസ് ഞങ്ങളെ രക്ഷിക്ക്. ഹെൽപ്പ്, ഹെൽപ്പ്. സോറി, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ട് പറ്റില്ല എന്നാ പറയുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ദൗത്യമല്ലേ? നിങ്ങളൊരു പോലീസ് ഇൻസ്പെക്ടർ ആണല്ലോ, പിന്നെന്താ? എന്നാ ശരി, ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ അമ്മോ, ഇഡ്ലി, ദോശ, വട. എന്താ പറ്റിയ? ജോണ് നിങ്ങൾക്കും ഇലക്ട്രിക് ഷോ ഗിഫ്റ്റ് തന്നോ? ചിങ്കം സാറേ, ഞാൻ ബാങ്കിൽ കൊള്ളടിക്കാൻ പോവാണ്. സാറിന് പറ്റുമെങ്കിൽ എന്നെ വന്നത് പിടിക്കേ. ഒരു ഇൻവിറ്റേഷൻ തരാൻ വേണ്ടിയാ വന്നത്. പ്ലീസ് ഹെൽപ്പ്. നിങ്ങളിത് കണ്ടോ മോട്ടു പത്ലു? ഇവൻ എങ്ങനെ എന്നെ കളിയാക്കിട്ട് പോണത്? ഐഡിയ. വരൂ ചിങ്കം സാറേ, നമുക്ക് ആ ജോണിനെ പിടിക്കാന്നേ. അതിന് കാല് താഴെ വെക്കേണ്ട ആവശ്യമില്ല. കോൺസ്റ്റബിൾസ്, സഹായിക്കൂ. ഹെൽപ്പ്, 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 ഹെൽപ്പ്. കം ഓൺ, വേഗം. എന്റെ അമ്മോ. Hey John, you are under arrest. എന്റെ അമ്മോ, ഇഡ്ഡലി, ദോശ, സാമ്പാറ്. സോറി ചിങ്കം സാറേ, ഞാൻ സറണ്ടർ ആയേക്കാം. വരൂ, വന്നെ അറസ്റ്റ് ചെയ്യൂ. കണ്ടോ, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. യാ, എന്റെ അമ്മ, എന്റെ സാറേ, ദയവ് ചെയ്ത് എന്നെ വന്നത് പിടിക്കും. പക്ഷെ എങ്ങനെ? ഞാൻ താഴെ ഇറങ്ങിയാൽ തന്നെ എനിക്ക് ഷോക്ക് അടിക്കുകയാണല്ലോ. എന്റെ അമ്മ. ചിങ്കം സാറേ, ഇത് കണ്ടോ? ഇത് നവരത്നം പതിപ്പിച്ച നെക്ലേസ് ആണ്. ജ്വല്ലറിന്ന് മോഷ്ടിച്ചോണ്ട് വന്നത്. കണ്ടില്ലേ, 1 കോടി രൂപയുണ്ട്. ഇത് നമ്മുടെ സിറ്റി വാങ്ങിയത് ഞാൻ മോഷ്ടിച്ചോണ്ട് വന്നതാണ്. ചിങ്കം സാറേ, താനൊക്കെ എന്തോന്ന് ഇൻസ്പെക്ടർ ആണോ? കള്ളം നേരിട്ട് വന്ന് തൊണ്ടി മുതലൊക്കെ കാണിക്കുമ്പോ ഇങ്ങനെ വായും പൊളിച്ചിരുന്നാ മതിയോ? ആണാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വാടോ. വെരി ബാഡ്. ഒന്നും പ്രശ്നമില്ല. ഇനി ഞാൻ അടുത്തതായിട്ട് ഫുർഫുര നഗരത്തിലെ ബാങ്കാണ് കൊള്ളടിക്കാൻ പോകുന്നേ. ബൈ ബൈ. എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ. എന്റെ പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. ജോണിനെ അടിക്കാൻ ഇനി നമുക്ക് കൈയിന്റെ ആവശ്യമില്ലാന്നേ. അവനൊരു അത്യാഗ്രഹിയാണ്. അവനെ നമുക്ക് ബുദ്ധിപൂർവം പിടിക്കാം. വരൂ. നിങ്ങള് പിന്നെയും എത്തി അല്ലേ? ആ, വീണ്ടും വന്നിരിക്കുകയാണ്. നിനക്ക് ഞങ്ങൾ നല്ല അടി തരാൻ പോവാണ്. ഓഹോ, എന്നെ അടിക്കാനല്ലേ പദ്ധതി? വാടാ വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ നീ ഭൂമിയിൽ കാല് വെച്ചിട്ട് അടിക്കണേ. വരൂ, വാടാ പൊട്ടെ, വന്നൊന്ന് അടിച്ച് കാണിക്കണേ. കളത്തിലിറങ്ങടാ, ജോൺ കളത്തിൽ തന്നെയുണ്ട്. ദയവ് ചെയ്ത കാലൊന്ന് പൊക്ക്. പത്ലു.
മതിയായിക്കോ? മതിയാക്ക്. നീ ആദ്യം ഈ ഷൂസ് അഴിക്കാൻ നോക്ക്. നിങ്ങളുടെ ഷൂസ് ഞാൻ അഴിച്ചു തരാം, തീർച്ചയായും അഴിക്കാം. ഇപ്പൊ തന്നെ അഴിക്കാം. ഇനി പറ ജോണേ, നിന്നെ കെട്ടിയിട്ടിട്ട് അടിക്കണോ അതല്ല ഓടിച്ചിട്ട് അടിക്കണോ എന്നൊക്കെ നീ വേണം പറയുവാൻ. എന്നെ ഒന്നും ചെയ്യല്ലേ മോട്ടു, എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ ഈ ചിങ്കം സാറിന്റെ കൂടെ ജയിലിലേക്ക് പോയിക്കോളാം. ചിങ്കം സാറെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. ഏയ് കവിതയൊക്കെ അവിടെ നിക്കട്ടെ. ആ ജോണിന് വേഗം ഇലക്ട്രിക് ഷൂസ് ഇട്ട് കൊടുക്ക്. ആ ഷൂസ് ഇട്ടുകൊണ്ട് വേണം അവൻ എന്നോടൊപ്പം ജയിലിലേക്ക് വരാൻ. വേണ്ട. Watch India's largest kids library only on Geo Hotstar. Download the app now.